ഹായ് ട്രേഡേഴ്സ്, വെൽക്കം ബാക്ക് ടു മാർക്കറ്റ് വേഴ്സ്. നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, സെൻസെക്സ് എന്നീ ഇൻഡെക്സുകളുടെ ഡെയിലി അനാലിസിസിലേക്ക് ഏവർക്കും സ്വാഗതം. പതിവ് പോലെ നമുക്ക് നിഫ്റ്റിയുടെ ട്രേഡിംഗ് പ്ലാൻ എങ്ങനെ പ്രയോജനപ്പെടുത്താൻ കഴിഞ്ഞു, ഇന്ന് നിഫ്റ്റിയിൽ എന്ത് മൂവ്മെന്റ് ആണ് ലഭിച്ചത് എന്ന് പരിശോധിക്കാം. ഇന്നലെ 24,819 എന്ന ലെവലിൽ ക്ലോസ് ചെയ്തിരുന്ന നിഫ്റ്റി ഇന്ന് ഏതാണ്ട് ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് തന്നെയാണ് നൽകിയത്. ചാർട്ട് പ്രകാരം ഇന്ന് ഓപ്പൺ ചെയ്തത് 832 എന്ന ലെവലിലാണ്. ഏകദേശം ഒരു 290ഓളം പോയിന്റിന്റെ മൂവ്മെന്റ് ഓൾമോസ്റ്റ് നമുക്ക് ലഭിച്ചു എന്ന് വേണം പറയാൻ. അപ്പോൾ ആദ്യത്തെ ടൈം ഫ്രെയിമിൽ ആദ്യത്തെ 5 മിനിറ്റ് പരിശോധിക്കുമ്പോൾ ഒരു സെല്ലിംഗ് ക്യാൻഡിലാണ് ഉണ്ടായത്. എന്നാൽ ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പരിശോധിക്കുമ്പോൾ നമ്മൾ ഇന്നലെ പ്രതീക്ഷിച്ചതുപോലെ തന്നെ ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ലഭിച്ചതിന് ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുകയാണെങ്കിൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സിലോ അതല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള സപ്പോർട്ട് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് ഒരു കോൾ ഓപ്ഷൻ ബൈ ചെയ്യാം എന്നാണ് പ്രതീക്ഷിച്ചിരുന്നത്. പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് ഈ ലെവലാണ് എന്നും പറഞ്ഞിരുന്നു. അത് ആ തരത്തിൽ ഇവിടെ ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണുകൾ പരിശോധിക്കുമ്പോൾ ഒരു അപ്വേർഡ് ഡയറക്ഷനാണ് നമുക്ക് ലഭിച്ചിരുന്നത്. കൃത്യമായും കോൾ ഓപ്ഷൻ വാങ്ങി ഡേയ്സിലോ അതല്ലെങ്കിൽ ഈ ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിയ ആർക്കും തന്നെ ഈ ടാർഗറ്റ് ലഭിച്ചിരുന്നു. വീണ്ടും കിട്ടിയ ഡിക്ലൈൻ എന്ന് പറയാൻ കാര്യമായ ഡിക്ലൈൻ കിട്ടിയില്ല. എന്നാൽ ഇവിടെയെല്ലാം ഒരു നിശ്ചിത പ്രോഫിറ്റ് എടുത്ത് റീ എൻറ്റർ ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള മൂവ്മെന്റ് ആയിരുന്നു ഇന്ന് നിഫ്റ്റി തന്നിരുന്നത്. ഈ ടാർഗറ്റ് ലഭിച്ചതിന് ശേഷം വീണ്ടും ഒരു ഡിക്ലൈൻ കിട്ടി. ഇവിടെ ഒരു ചെറിയ കൺസോൾട്ടേഷൻ, അതിനുശേഷം ബ്രേക്ക്ഔട്ട്, അത് തുടർന്ന് വീണ്ടും ഒരു എൻട്രി ലഭിച്ചു. നല്ല ഡയറക്ഷൻ തന്നെയായിരുന്നു. എന്നാൽ നമ്മുടെ പ്രധാന റെസിസ്റ്റൻസിലോട്ട് എത്താതെ ഈ ലെവലിൽ നിന്നും ഒരു സെല്ലിംഗ് ആയിരുന്നു. അത് വീണ്ടും ഈ സപ്പോർട്ട് ലെവലിലേക്ക് ലഭിച്ചിരുന്നു. അത് പുട്ട് ഓപ്ഷൻ ട്രേഡ് ചെയ്യാൻ കഴിഞ്ഞവരുമുണ്ട്. ആ തരത്തിൽ ഇന്ന് 290 പോയിന്റ് മൂവ്മെന്റ് ഏകദേശം തന്നപ്പോൾ ആ ലെവലുകൾ ഓൾമോസ്റ്റ് നന്നായി തന്നെ ട്രേഡ് ചെയ്യാൻ സാധിച്ചു എന്ന് വേണം പറയാൻ. ഇതിനകത്ത് ഇന്ന് ആർക്കും വലിയ കൺഫ്യൂഷൻസ് ഉണ്ടായിട്ടുണ്ടാകില്ല എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഇന്ന് ലഭിച്ച മൂവ്മെന്റിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട്, പ്രൈസ് ലെവലുകളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നാളത്തേക്ക് നമുക്ക് എന്ത് ആയിരിക്കാം നമ്മുടെ ട്രേഡിംഗ് പ്ലാൻ എന്നൊന്ന് പരിശോധിച്ച് നോക്കാം. 24,976 എന്ന ലെവലാണ് ആദ്യമായി ലഭിക്കാവുന്ന സപ്പോർട്ട് എന്ന ലെവലിൽ ഞാൻ രേഖപ്പെടുത്തിയിട്ടുള്ളത്. എന്നാൽ കഴിഞ്ഞ ദിവസം രേഖപ്പെടുത്തിയിരുന്ന 25,417 എന്ന ലെവൽ തന്നെയാണ് എൻ്റെ പ്രധാന റെസിസ്റ്റൻസ് ലെവൽ എന്നാണ് ഞാൻ കണക്കാക്കുന്നത്. അതിനിടയിൽ ചില മൈനർ റെസിസ്റ്റൻസ് ലെവലുകൾ കൂടി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവ 25,180, 278 എന്നിങ്ങനെയാണ്. അപ്പോൾ ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം ഒരു അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സിലോ അതല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള സപ്പോർട്ട് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് അപ്വേർഡ് ഡയറക്ഷനിൽ ട്രേഡ് ചെയ്യും. പ്രതീക്ഷിക്കുന്ന പ്രധാന ടാർഗറ്റ് 25,417 എന്ന ലെവലാണെങ്കിൽ പോലും അതിനിടയിലുള്ള മൈനർ റെസിസ്റ്റൻസ് ലെവലുകളും ആദ്യമായി ടാർഗറ്റുകളായി ലഭിച്ചേക്കാം. അങ്ങനെയെങ്കിൽ 25,180 എന്ന ലെവലാണ് ആദ്യമായി പ്രതീക്ഷിക്കുന്ന ടാർഗറ്റ്. അതിനു മുകളിൽ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ വീണ്ടും കിട്ടിയേക്കാവുന്ന ഡിക്ലൈനിൽ ഡേയ്സിലോ ഡൗൺവേർഡ് ബ്രേക്ക് ചെയ്യാതെ ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ വീണ്ടും കോൾ ഓപ്ഷൻ തന്നെ ബൈ ചെയ്യും. ഡേയ്സിലോ അപ്പോൾ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കുകയും ചെയ്യും. പ്രതീക്ഷിക്കുന്ന ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരമാണ്. എന്നാൽ അതിനു മുകളിലോട്ട് ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ തുടർന്ന് ഈ ലെവൽ ടെസ്റ്റ് ചെയ്തേക്കാം എന്നും അത്തരത്തിലുള്ള ഒരു ബൈ ഓൺ ഡിപ്പ് സ്ട്രാറ്റജിയിൽ മൂവ് ചെയ്യുകയാണ് അപ്വേർഡ് എങ്കിൽ തുടർന്ന് ഈ ടാർഗറ്റ് ലഭിക്കാം, 25,417 ലഭിക്കാം എന്നുമാണ് എൻ്റെ പ്രതീക്ഷ. എന്നാൽ ഇവിടെ ഒരു ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ ഒരു ഫ്ലാറ്റ് ഓപ്പണിങ്ങിന് ശേഷം സെല്ലിംഗ് ഡയറക്ഷനാണ് നൽകുന്നതെങ്കിൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അതല്ലെങ്കിൽ തൊട്ടു മുകളിലുള്ള റെസിസ്റ്റൻസ് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് ഡൗൺവേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് ഈ ലെവലിന് താഴെ 24,881 എന്ന ലെവലിന് താഴെ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നതാണ്. അങ്ങനെ ലഭിക്കുകയാണെങ്കിൽ വീണ്ടും കിട്ടിയേക്കാവുന്ന ഒരു മൂവിൽ ഡേയ്സ് ഹൈ അപ്വേർഡ് ബ്രേക്ക് ചെയ്യാതിരിക്കുകയും ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുകയും ചെയ്താൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് വീണ്ടും പുട്ട് ഓപ്ഷൻ തന്നെ ബൈ ചെയ്യും. പ്രതീക്ഷിക്കുന്ന ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോ ആണ്. എന്നാൽ അതിന് താഴോട്ട് 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ വീണ്ടും ക്ലോസ് ചെയ്യുന്ന പക്ഷം പ്രൈസ് ഡിക്ലൈൻ ആകുമെന്ന് കരുതാവുന്നതാണ്. അങ്ങനെയെങ്കിൽ ലഭിക്കാവുന്ന ടാർഗറ്റുകളാണ് 24,754, 692, 24,597 എന്നിങ്ങനെയുള്ള ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന ലെവലുകൾ. അപ്പോൾ നാളത്തേക്ക് വേണ്ടിയിട്ടുള്ള എൻ്റെ ട്രേഡിംഗ് പ്ലാൻ നിഫ്റ്റിയിൽ ഇതാണ്. അടുത്തതായി ബാങ്ക് നിഫ്റ്റിയിൽ എന്താണ് നമ്മളുടെ ലെവലുകൾ എന്ന് പരിശോധിച്ച് നോക്കാം. 50,857 എന്ന ലെവലാണ് ആദ്യമായി ലഭിക്കാവുന്ന സപ്പോർട്ട് എന്ന രീതിയിൽ ഞാൻ രേഖപ്പെടുത്തിയിട്ടുള്ളത്. 52,254 തന്നെയാണ്
ആദ്യമായി ലഭിക്കാവുന്ന പ്രധാന റെസിസ്റ്റൻസ് ലെവൽ. എന്നാൽ മൈനർ റെസിസ്റ്റൻസ് ആയി 51,579, 827, 52,014 എന്നിങ്ങനെയുള്ള ലെവലുകളാണ് ഞാൻ മറ്റുള്ളത് ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സിലോ അതല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള സപ്പോർട്ട് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് അപ്വേർഡ് ഡയറക്ഷനിൽ ട്രേഡ് ചെയ്യും. പ്രതീക്ഷിക്കുന്ന വലിയ ടാർഗറ്റ് ഈ ലെവലാണെങ്കിൽ പോലും ആദ്യമായി ലഭിക്കാവുന്ന ടാർഗറ്റ് 51,579 എന്ന ലെവലാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതിനു മുകളിൽ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ മാത്രം വീണ്ടും കിട്ടിയേക്കാവുന്ന ഒരു ഡിക്ലൈനിൽ ഡേയ്സിലോ ഡൗൺവേർഡ് ബ്രേക്ക് ചെയ്യാതിരിക്കുകയും ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുകയും ചെയ്യുന്ന പക്ഷം കോൾ ഓപ്ഷൻ തന്നെ വീണ്ടും ബൈ ചെയ്യും. ഡേയ്സിലോ അപ്പോൾ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കും. പ്രതീക്ഷിക്കുന്ന ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരമാണ്. എന്നാൽ അതിനു മുകളിലോട്ട് ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുന്ന പക്ഷം വീണ്ടും പ്രൈസ് അപ്വേർഡ് സഞ്ചരിച്ചേക്കാമെന്നും തുടർന്ന് 51,827, 52,014 എന്നിങ്ങനെയുള്ള ടാർഗറ്റുകൾ ലഭിച്ചേക്കാമെന്നാണ് ഞാൻ കരുതുന്നത്. അങ്ങനെയെങ്കിൽ ബൈ ഓൺ ഡിപ്പ് എന്ന സ്ട്രാറ്റജി ഉപയോഗിച്ച് ട്രേഡ് ചെയ്തേക്കാം. എന്നാൽ ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അതല്ലെങ്കിൽ തൊട്ട് മുകളിലുള്ള റെസിസ്റ്റൻസ് ലെവൽ ഏതോ അത് സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി ഡൗൺവേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് ഈ ലെവലിന് 50,679 എന്ന ലെവലിന് താഴെ ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നാണ്. അങ്ങനെ ലഭിക്കുന്ന പക്ഷം പ്രൈസ് ഡിക്ലൈൻ ആയേക്കാം എന്ന് തന്നെയാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അങ്ങനെയെങ്കിൽ വീണ്ടും കിട്ടിയേക്കാവുന്ന ഒരു അപ്പ് മൂവിൽ ഡേയ്സ് ഹൈ അപ്വേർഡ് ബ്രേക്ക് ചെയ്യാതിരിക്കുകയും ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ തന്നെ നൽകുകയും ചെയ്താൽ വീണ്ടും പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യും. ഡേയ്സ് ഹൈ ആയിരിക്കും അപ്പോഴത്തെ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ്. പ്രതീക്ഷിക്കുന്ന ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോ ആണ്. എന്നാൽ അതിന് താഴോട്ട് ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ വീണ്ടും പ്രൈസ് ഡൗൺവേർഡ് സഞ്ചരിച്ചേക്കാം എന്ന പ്രതീക്ഷയാണ് എനിക്കുണ്ടാവുക. അങ്ങനെയെങ്കിൽ ലഭിക്കാവുന്ന ടാർഗറ്റുകളാണ് 50,466, 50,191, 49,963, 49,791 എന്നിങ്ങനെയുള്ള ലെവലുകൾ. ഇവിടെ നിങ്ങൾക്ക് ആ ലെവലുകൾ കാണാമെന്ന് കരുതുന്നു. എന്നാൽ ഈ 49,791 എന്ന ലെവൽ അല്പം സ്ട്രോങ് ആയ ഒരു സപ്പോർട്ടായി പ്രവർത്തിച്ചേക്കാം എന്നതാണ് എൻ്റെ പ്രതീക്ഷ. അടുത്തതായി സെൻസെക്സിൽ എന്താണ് നമ്മുടെ ലെവലുകൾ എന്ന് പരിശോധിക്കാം. 81,463 എന്ന ലെവലാണ് ആദ്യമായി ലഭിക്കാവുന്ന സപ്പോർട്ട് എന്ന രീതിയിൽ ഞാൻ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ 83,135 എന്ന ലെവലാണ് ആദ്യത്തെ റെസിസ്റ്റൻസ്, പ്രധാന റെസിസ്റ്റൻസ് ആയി ഞാൻ രേഖപ്പെടുത്തിയിട്ടുള്ളത്. തുടർന്ന് മൈനർ റെസിസ്റ്റൻസ് ലെവലുകളായി 82,186, 658 എന്നിങ്ങനെയുള്ള ലെവലുകളും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സിലോ അതല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള സപ്പോർട്ട് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് അപ്വേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് ഈ ലെവലിന് മുകളിൽ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നതാണ്. അങ്ങനെ ലഭിക്കുകയാണെങ്കിൽ വീണ്ടും കിട്ടിയേക്കാവുന്ന ഡെക്ലൈനിൽ ഡേയ്സിലോ ബ്രേക്ക് ചെയ്യാതെ അപ്വേർഡ് ഡയറക്ഷനിൽ വീണ്ടും ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണുകൾ മൂവ് ചെയ്യുന്നു എന്ന് ഫീൽ ചെയ്താൽ കോൾ ഓപ്ഷൻ ബൈ ചെയ്യും. ഡേയ്സ് ലോ ആയിരിക്കും അപ്പോഴത്തെ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ്. പ്രതീക്ഷിക്കുന്ന ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരമാണ്. എന്നാൽ അതിന് മുകളിലോട്ട് ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ പ്രൈസ് ഗ്രാജുവലി 82,658 എന്ന ടാർഗറ്റ് ലഭിക്കുകയും ബൈ ഓൺ ഡിപ്പ് എന്ന സ്ട്രാറ്റജിയിൽ വീണ്ടും അപ്വേർഡ് ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്ന പക്ഷം ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസുകൾ മാറ്റി വെച്ച് കൊടുത്തുകൊണ്ട് ഈ ലെവലിലേക്ക് ടാർഗറ്റ് പ്രതീക്ഷിക്കുകയും ചെയ്യും. ഇതാണ് ഞാൻ നാളെ ബൈയിങ്ങിനെ കണക്കാക്കുന്ന ഒരു ഡയറക്ഷൻ. എന്നാൽ ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അതല്ലെങ്കിൽ തൊട്ട് മുകളിലുള്ള റെസിസ്റ്റൻസ് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് ഡൗൺവേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. പ്രതീക്ഷിക്കുന്ന പ്രധാന ടാർഗറ്റ് ആദ്യത്തെ ടാർഗറ്റ് 81,281 എന്ന ലെവലിന് താഴെ ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നതാണ്. അങ്ങനെ ലഭിച്ചാൽ വീണ്ടും കിട്ടിയേക്കാവുന്ന അപ്മൂവിൽ ഡേയ്സ് ഹൈ അപ്വേർഡ് ബ്രേക്ക് ചെയ്യുന്നില്ല എങ്കിൽ വീണ്ടും ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ തന്നെയാണ് നൽകുന്നതെന്ന് തോന്നിയാൽ വീണ്ടും പുട്ട് ഓപ്ഷൻ തന്നെ ബൈ ചെയ്യും. ഡേയ്സ് ഹൈ ആയിരിക്കും അപ്പോഴത്തെ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ്. പ്രതീക്ഷിക്കുന്ന ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോ ആണ്. എന്നാൽ അതിന് താഴോട്ട് ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആയാൽ തുടർന്ന് ഡൗൺവേർഡ് വീണ്ടും സഞ്ചരിച്ചേക്കാം എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുക. അങ്ങനെയെങ്കിൽ ലഭിക്കാവുന്ന പ്രധാന ടാർഗറ്റാണ് 80,725 എന്ന ലെവൽ. എന്നാൽ ഈ ലെവലുകളിൽ 80,960, 50 റേഞ്ചുകളിൽ വന്ന് വേണേലും ഒരു വട്ടം പ്രൈസിൽ വീണ്ടും അപ്വേർഡ് സഞ്ചരിച്ച് വീണ്ടും ഡിക്ലൈൻ ആകാവുന്നതാണ്. അത്തരത്തിൽ ഈ ലെവലിന് താഴോട്ട് ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ തുടർന്ന്
വീണ്ടും പ്രൈസ് ഈ ലെവലുകളിലേക്ക് ടെസ്റ്റ് ചെയ്തേക്കാമെന്നാണ് കരുതുന്നത്. അങ്ങനെയെങ്കിൽ ലഭിക്കാവുന്ന ടാർഗറ്റുകളാണ് 80,441, 80,036, 79,695, 404, 79,213 എന്നിങ്ങനെയുള്ള ലെവലുകൾ. അതിൽ ഈ തിക്ക് കളർ ബ്ലൂ ലൈൻ ചേർത്തിട്ടുള്ളവ അല്പം സ്ട്രോങ് ആയ സപ്പോർട്ടായി പ്രവർത്തിച്ചേക്കും എന്നതാണ് എൻ്റെ പ്രതീക്ഷ. അപ്പോൾ ഇതാണ് നാളത്തേക്ക് വേണ്ടിയിട്ടുള്ള 3 ഇൻഡെക്സുകളുടെയും എൻ്റെ ട്രേഡിംഗ് പ്ലാൻ. നിങ്ങൾക്കറിയാം, ഞാനൊരു സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റ് ഒന്നുമല്ല. എൻ്റെ അനുഭവത്തിൻ്റെ എക്സ്പീരിയൻസിൻ്റെ വെളിച്ചത്തിൽ എനിക്ക് ട്രേഡ് ചെയ്യാൻ വേണ്ടി തയ്യാറാക്കുന്ന ഒരു ട്രേഡിംഗ് പ്ലാൻ എന്നേ ഉള്ളൂ. ഇത് പഠനാർത്ഥം നിങ്ങൾക്കും ഉപയോഗിക്കാം, എനിക്കും ഉപയോഗിക്കാം എന്ന് മാത്രം. ഉപയോഗിക്കുന്നവരുടേതാണ് റിസ്ക്, അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മളുടെ ചാനൽ സന്ദർശിക്കുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യും എന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മളുടെ ചാനലിൻ്റെ ടെലഗ്രാം ലിങ്ക് വീഡിയോയ്ക്ക് അടിയിൽ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവർ അതിൽ ജോയിൻ ചെയ്യുക. അതിൽ വാട്സപ്പിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നമ്പർ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പിൽ വോയിസ് മെസ്സേജ് അയച്ചാൽ മാത്രമേ എനിക്ക് ലഭിക്കുക. ഞാൻ ടെലഗ്രാം സാധാരണയായി ചാറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നതല്ല. അതുകൊണ്ട് ഞാനുമായി ചാറ്റ് ചെയ്യണമെന്ന് താല്പര്യപ്പെടുന്നവർ ദയവായി വാട്സപ്പിൽ വോയിസ് മെസ്സേജ് മാത്രം അയക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നാളെയും നല്ല ട്രേഡിംഗ് അവസരങ്ങൾ ലഭിക്കുന്ന മൂവ്മെൻറ്റ് എല്ലാ ഇൻഡെക്സുകളിലും ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. എല്ലാവർക്കും നല്ല ട്രേഡിംഗ് അവസരങ്ങൾ ലഭിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. നാളെ കാണാം.